അവളെ എന്റെ കസിൻ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ അവസ്ഥയിൽ ഒരുതരം തടിതപ്പലായിരുന്നു. കസിൻ എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. പിന്നെ സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ അന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് എന്തെങ്കിലും ലക്ഷ്മി അവളെ കുറിച്ച് സാറിനോട് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല, അവള് പറഞ്ഞില്ല. എന്തിനു വെറുതെ അതിനെ കരയിപ്പിക്കണം? അതുകൊണ്ട് അതറിയാനുള്ള ആഗ്രഹവും ഞാനങ്ങ് ഉപേക്ഷിച്ചു. ഇനി അവളായിട്ട് പറയണമെങ്കിൽ പറയട്ടെ. കേട്ടോ ഫാത്തിമ, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇവന്റെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ പെണ്ണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ബേർഡൻ പോലെ തോന്നിയിരുന്നു. സത്യത്തിൽ ഇപ്പോഴാ ഒരു പെണ്ണിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, കാര്യമായിട്ട് ആലോചിച്ചോളാം ഉടനെ. ഇനി ആലോചിക്കാനൊന്നുമില്ല സാർ. അയ്യോ, ആള് കൂടെയുള്ളപ്പോ ഇനിയൊരു ചടങ്ങിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ. ഒളിഞ്ഞിരുന്ന് കേട്ടതിന് മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവായിരുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വർത്തമാനം കേട്ടത്. ഞാൻ ഇവിടെ ആ കുട്ടിയെ കണ്ടിരുന്നു, സംസാരിക്കുകയും ചെയ്തു. സാധു കുട്ടിയാ. സാർ, ഈ ന്യൂസ് ഞാൻ മൊത്തം ക്യാമ്പസിൽ ഒന്ന് ഫ്ലാഷ് ചെയ്യട്ടെ? വേണ്ട വേണ്ട, താൻ ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിടണ്ട. തൽക്കാലം നമ്മൾ ഇത്രയും പേരെ അറിഞ്ഞാൽ മതി. പറ്റേ. Here goes an officer and a gentleman. അപ്പൊ ഞാനോ? സാറിന്റെ സക്കീർ ബായ് അല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അക്കാഡമിയിൽ ആദ്യമായി ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി നമ്മുടെ ഈ ശ്രദ്ധ ഇന്നിതാ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ തന്നെ ആദ്യത്തെ വനിതാ പൈലറ്റിന് എന്റെ സ്വന്തം പേരിലും ഓരോ കേഡറ്റിന്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ശ്രദ്ധ സാർ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ. സോ യു ആർ റെഡി? സർ, റിമെമ്പർ വൺ തിങ്, ഇത്രയും നാൾ ഫ്ലൈ ചെയ്യുമ്പോൾ കൂടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തിരുത്താൻ ഒരാള്. ഇന്നിപ്പോൾ ശ്രദ്ധ ആദ്യമായി ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. സർ. യുവർ ഫ്ലൈറ്റ് ഇസ് റെഡി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ശ്രദ്ധ, കൺഗ്രാജുലേഷൻ ശ്രദ്ധ. ഞാൻ രാവിലെ പള്ളിയിൽ പോയിരുന്നു. ശ്രദ്ധയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യല്ലേ. താങ്ക് യു ജിജി. യു സോ ലവിംഗ്. യു കെയർ സോ മച്ച്. താങ്ക് യു ശ്രദ്ധ. ഓൾ ദി ബെസ്റ്റ്. 044 clear to taxi for runway 23, altimeter 1014 millibars. Enter runway 23 and line up. Kiran 044. Calling tower. Startup clearance. Taxi clearance. 044 clear for takeoff. Best of luck, Shraddha, on your solo sortie. താങ്ക് യു സർ. This is critical. Mayday, mayday. Engine failure. What? Engine failure?
What's your height and position? Chopra, sir, call Wing Commander Zakir. Sir, I'm calling from the ATC. Flight carrier Shraddha has given a mayday call. Engine failure. What? What's your position now? About 9,000 feet, sir. Engine failure. Shraddha! What's your height now? Height 9,000 feet. All my controls are jammed, sir. I don't know what to do, sir. Hello, Shraddha! Can you hear me? What's your height? 7,000 feet, sir. Shraddha, can you hear me? Yes, sir. You eject before you get 3,000 feet. താഴെ ഒരു ടൗൺ കാണുന്നുണ്ട്, സർ. നിയന്ത്രണം വിട്ടാൽ വിമാനം ആ ടൗണിനെ ആകെ തരിപ്പണമാക്കും. Shraddha, you eject right now. എനിക്കത് സാധിക്കില്ല, സർ. നിയന്ത്രണം വിട്ടാൽ വിമാനം ആ ടൗണിനെ ആകെ തരിപ്പണമാക്കും, സർ. ജനങ്ങളെയും ആ ടൗണിനെയും രക്ഷിച്ചേ പറ്റൂ, സർ. ഞാൻ ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സർ. You save yourself. Understand? Come on, eject right now. I can't do it. I can't do it, sir. I say you eject bloody bitch right now. I'm sorry, sir. എനിക്കാവില്ല. ഞാൻ ടൗൺ വിട്ട് ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോവാണ്. I'm coming in first landing. Samesh, prepare for an emergency landing. Safety officer? Safety officer, do you read me? There's an aircraft coming in for emergency landing. Wait, it could explode. Come fast. चलो चल चल लो. Come on, into the ambulance. जल्दी करो. Cadets, please leave her alone. She needs rest. Please. Shraddha. How do you feel now? വല്ലാത്ത വേദന. ദേഹമൊക്കെ
അതിലും വേദന മനസ്സിന് ഞാൻ കാരണം എയർഫോഴ്സിനുണ്ടായ നഷ്ടം. സില്ലി ഗേൾ, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഇല്ല സർ, ഞാൻ എയർഫോഴ്സിനൊരു അപമാനമാണ്. എന്ന് ആര് പറഞ്ഞു? പാരച്യൂട്ട് വഴി സ്വയം രക്ഷപ്പെടാൻ